സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചട്ടസഹസ്രേണ നിർപ്പാർഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന് നാരായണീയത്തിലെ 33-ാമത്തെ ദശകത്തിൽ അംബരീഷ ചരിതം അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എന്താണ് ഭഗവാൻ ദുർവാസാവിനോട് പറഞ്ഞത്? ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം. ദുർവാസാവെ, അങ്ങേക്ക് തപശക്തിയുണ്ട്, കുറേയൊക്കെ ചൊല്ലിയിട്ടും തപസ് ചെയ്തിട്ടും ധ്യാനിച്ചിട്ടൊക്കെ ഉള്ള സംഗതികൾ ഉണ്ടെങ്കിലും വിനയമില്ല. ഭക്തന്മാരെ ബഹുമാനിക്കാൻ അങ്ങേക്ക് അറിയില്ല. ആരാപ്പം എൻ്റെ ഭക്തനെന്നാണ് അങ്ങ് വിചാരിച്ചത്? അവന് തപസ്സും ശക്തിയും ജ്ഞാനവും ഒന്നും ഇല്ലെങ്കിലും ഭക്തി എന്ന വലിയൊരു കാര്യം അവൻ്റെ കയ്യിലുണ്ട്. അതിനെ ബഹുമാനിക്കാൻ പഠിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ തപസ്സും കാര്യങ്ങളൊക്കെ. കാരണം ഒരു ജ്ഞാനിക്ക് അഹങ്കാരം ഉണ്ടാവാം, ഭക്തനൊരിക്കലും അഹങ്കാരം ഉണ്ടാവില്ല എന്നാണ്. ഉണ്ടായാൽ അതിൽ ഭക്തനല്ല. അവൻ ഈ ലോകത്തിലെല്ലാവരെയും തന്നേക്കാൾ വലുതായിട്ട് വിചാരിക്കുന്നവനാണ്, വസിഷ്ഠനെ പോലെ. അതാണ് വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ തപശക്തി കൊണ്ടൊരു വ്യത്യാസവും ഇല്ല എന്നാണ്. രണ്ടാളും ബ്രഹ്മർഷിമാരായി. പക്ഷേ സ്ഥാനം വസിഷ്ഠനാ കൂടിയത്. ഇപ്പോൾ വിശ്വാമിത്രൻ ചോദിച്ചു, എന്താ ഭഗവാനെ എനിക്കിത്ര കുറവ്? അപ്പം തന്നേക്കാൾ ചെറിയ 108 ആളെ കാല് കഴിച്ച് വരാൻ രണ്ടാളോടും ഭഗവാൻ പറഞ്ഞു. വസിഷ്ഠനോടും പറഞ്ഞു, വിശ്വാമിത്രനോടും പറഞ്ഞു. വിശ്വാമിത്രന് വേഗം കാര്യം കഴിഞ്ഞു. ഇന്ന് ഞാൻ വസിഷ്ഠനെ തോൽപ്പിക്കും. പെട്ടെന്ന് 108 ആളെ കാല് കഴിച്ചു വന്നു. തന്നേക്കാൾ ചെറിയ ആളെ കേട്ടോ. വസിഷ്ഠൻ ആ പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും വരുന്നില്ല. വൈകിട്ടെത്തി. എന്താ വസിഷ്ഠ വൈകിയത്? തനിക്ക് തന്നേക്കാൾ ചെറിയ 108 ആളെ കിട്ടിയില്ലേ ചോദിച്ചു. ഇല്ല ഭഗവാനെ, ഒറ്റ ആളെയും എന്നേക്കാൾ ചെറുതായിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. ഭാര്യ അടക്കം എന്നേക്കാൾ ചെറുതല്ല. നിസ്വാർത്ഥമായിട്ട് അവൾ എന്നെ സ്നേഹിക്കുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. അതിന് തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇന്ന് വരെ എന്നൊരു തോന്നുകയാണ് അവളുടെ നിസ്വാർത്ഥത കാണുമ്പോൾ. അപ്പോഴാണ് ഭഗവാൻ വിശ്വാമിത്രനോട് പറഞ്ഞു, അത് കണ്ടു പഠിക്കാൻ വിനയം ഉണ്ടാവാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. ഏറ്റവും വലിയ ഗുണം വിനയമാണ്. അതെല്ലാ കുറവുകളെയും നികത്തും എന്നാണ്. എനിക്കറിയില്ല കേട്ടോ, സമ്മതിച്ചാൽ മതി. ഏത് ഗുണവും വിനയം ഇല്ലെങ്കിലോ ശോഭിക്കില്ല. അതാണ് അവിടെ ജ്ഞാനം തപശ്ച വിനയാന്വിതമേവ മാന്യം. ഈ കുട്ടികളെയൊക്കെ നമസ്കരിച്ച് ശീലിപ്പിക്കണം എന്നാണ്. ഒരാളുടെ മുമ്പിൽ നമസ്കരിക്കാൻ മടി ഉണ്ടാവരുത്. അങ്ങനെ വിനയം ഉണ്ടാവുള്ളൂ. ആ അംബരീഷിനെ പോയിട്ട് ആശ്രയിക്കാതെ ഈ സുദർശന ചക്രത്തിൽ നിന്ന് അങ്ങേക്ക് രക്ഷയില്ല, ഞാൻ മാപ്പ് തരില്ല. താവത് സമേത്യമുനിനാസഗൃഹീതപാദോ രാജാപസൃത്യപഭതത്രമസാവന ഉഷീത് ചക്രേ ഗതേ മുനിരഥാഖില ശാന്തിശോസ്മൈ ത്വദ്ഭക്തിമാഗതി കൃതേപി കൃപാം ച ശംസൻ. ഈ ദുർവാസാവ് വന്നിട്ട് അംബരീഷനെ നമസ്കരിച്ചു. നമസ്കരിച്ചപ്പോൾ അംബരീഷനെ എന്തേ ചെയ്ത്? അയ്യോ, എന്നെ നമസ്കരിക്കരുതേ, അങ്ങ് മഹർഷിയല്ലേ, ഞാനൊരു സാധാരണ രാജാവ്, എന്നെ എങ്ങനെ അങ്ങ് നമസ്കരിക്കുക? ഞാൻ അങ്ങടല്ലേ നമസ്കരിക്കേണ്ടത്? അപ്പം വിനയാന്വിതന്മാർ തൻ്റെ കാലിൽ വീഴുന്തോറും താഴുക ചെയ്യുക, ഉയരില്ല. ഞാൻ വലുതായി എന്ന തോന്നൽ അവർക്ക് ഉണ്ടാവില്ല. പല ഭാഗവതാചാര്യന്മാരും ചില ആൾക്കാർ വന്ന് നമസ്കരിക്കുമ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ എൻ്റെ കയ്യിൽ അത്രയ്ക്കില്ല കേട്ടോ, ഞാൻ തരില്ല, എന്നെ നമസ്കരിക്കരുത്. ആകെ എന്തൊക്കെയോ കുറച്ച് നേടിയിട്ടുണ്ട്, അപ്പം അത് നമസ്കരിച്ചാൽ തനിക്ക് കിട്ടും, അതുകൊണ്ട് അത്ര എൻ്റെ കയ്യിൽ ഇല്ല എന്ന് സ്വാർത്ഥ, എന്നെ നമസ്കരിക്കരുത്. കാരണം ഈ ഉള്ളത് കൊടുക്കുകയെ. അപ്പം നമസ്കരിച്ചാൽ നമസ്കരിക്കപ്പെടുന്നവരുടെ ഉള്ളിലുള്ളത് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പം ആർക്കാ നഷ്ടം? നമസ്കരിക്കപ്പെടുന്നവർക്ക് ലാഭമാണ്, നമസ്കരിക്കപ്പെടുന്നവർക്ക് നഷ്ടവും നമസ്കരിക്കുന്നവർക്ക് ലാഭമാണ് നമസ്കരിച്ചാൽ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, ദയവ് ചെയ്തിട്ട് അത് തട്ടിയെടുക്കരുത്, എനിക്ക് കഴിഞ്ഞുകൂടാനുള്ളതേ എൻ്റെ കയ്യിലുള്ളൂ എന്നാത്രേ അറിവുള്ളവർ പറയുക. അത് നമസ്കരിച്ചിട്ട് എന്നിൽ നിന്ന് കയ്യിലാക്കരുത്.
അപ്പം ആരെയും നമ്മൾ നമസ്കരിക്കുന്നുവോ അവരുടെ കയ്യിലുള്ളത് നമ്മളിൽ വരും എന്നാണ്. ഗുണം നമുക്കാണ്, നമസ്കരിക്കണവർക്കാ. അതുകൊണ്ട് അംബരീഷൻ പറഞ്ഞു, എന്നെ അങ്ങ് നമസ്കരിക്കരുത്. താപത് സമയത്ത് മുനിനാസ ഗൃഹീതപാദോ, കാല് പിടിച്ചത് കൊണ്ട് രാജാവ് പെട്ടെന്ന് മാറി അവിടുന്ന്. എന്നെ നമസ്കരിക്കരുത്. ഭവതസ്ത്രമസാവനൗഷീത്, സുദർശന ചക്രത്തിൽ കുടുങ്ങിയിരിക്കുകയാണ് ദുർവാസാവ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സ്തുതിച്ചു. അവിടെ ഒരു 7 ശ്ലോകമുണ്ട് ശ്രീമദ് ഭാഗവത്തിൽ. സുദർശനാഷ്ടകം എന്ന് പറയാം. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8ാമത്തെ ഇല്ല, ഒന്ന് ബലശ്രുതി പോലെ 7 ശ്ലോകമാണ്. നമസ്തുനാഭാഗിലശക്തൊക്കെ പറഞ്ഞിട്ട് ഒരു 8 സ്തോത്രം കൊണ്ട് ആ സുദർശനത്തെ അംബരീഷൻ സ്തുതിച്ചു. എന്നിട്ട് പറഞ്ഞതെന്താ, ഞാൻ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ, ഈ ചക്രം ദുർവാസാവിനെ രക്ഷിക്കണേ, വിപ്രനെ രക്ഷിക്കണേ 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 എന്ന് പറഞ്ഞു. അപ്പോൾ സുദർശന ചക്രം മറയുകയും ചെയ്തു. ദിജോ ഭവതു വിജ്വര, ദിജോ ഭവതു വിജ്വര. ദിജൻ ബ്രാഹ്മണൻ. ഈ ബ്രാഹ്മണനായിരിക്കുന്ന മഹർഷി രക്ഷിക്കൂ എന്ന് പറഞ്ഞു, മഹർഷിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് അംബരീഷൻ സ്തുതിച്ചപ്പോൾ ചക്രം അങ്ങോട്ട് കാണാനില്ലാണ്ടായി. ദുർവാസാവ് ശ്രമിച്ചിട്ടോ ശിവൻ ശ്രമിച്ചിട്ടോ വിഷ്ണു അടക്കാൻ സ്തുതിച്ചിട്ടോ ശ്രമിച്ചിട്ട് സുദർശന ചക്രത്തെ ഒതുക്കാൻ കഴിഞ്ഞില്ല. അതാണ് ഭക്തൻ്റെ സ്ഥാനം. ഭഗവാനെ സംബന്ധിച്ച് എപ്പോഴും ഭക്തൻ തന്നെ വലുതാണ്. ഭക്തനെ സംബന്ധിച്ചോ ഭഗവാൻ തന്നെയാണ് വലുത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്ന ബന്ധമാണ് ഭഗവാനും ഭക്തനും തമ്മിൽ ഉള്ളത്. ചക്രേഗതേ മുനിരഥാഖില ശാശിഷോസ്മി ഭക്തി മാഗതി കൃതോപി കൃപാം ച ശംസൻ. ദുർവാസാവിന് വിഷ്ണു ഭക്തന്മാരുടെ മാഹാത്മ്യം മനസ്സിലായി എന്നാണ്. അഹോ അനന്തദാസാനാം മഹത്വം ദുഷ്ടമധ്യമേ കൃതാഗസോപി എന്നൊരു ശ്ലോകം ഭാഗവത്തിൽ പറയും. ഇപ്പോഴാണ് വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം എനിക്ക് മനസ്സിലായത്. ദുർവാസാവ് ശിവഭക്തനാണ്. അവിടെ നിന്ന് അങ്ങനെ താഴ്ത്തി പറയും. അതേ ഈ ഭട്ടേരിപ്പാടിൻ്റെ ഒരു പ്രകൃതമാണ്. ഒന്നിന് പറയുമ്പോൾ അങ്ങനെ പറയാമെന്നാണ്. മറ്റേ ഭക്തി ഒന്നിങ്ങനെ താഴ്ത്തുക, അത് തെറ്റില്ല, അത് സാങ്ഷൻഡാണ്. വിഷ്ണു ഭക്തന്മാർ, ഇപ്പോൾ ഇവിടെ ശിവഭക്തനെ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ, വിഷ്ണു ഭക്തന്മാരുടെ മഹത്വം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഉള്ളത് പറയാലോ. അവരങ്ങോട്ട് ഉപദ്രവിച്ചാലും എന്താ പറയുക, ആ ഉപദ്രവിച്ച ആൾക്ക് നന്നാവട്ടെ, ആ ഉപദ്രവിച്ചവന് പോലും നന്നാവണം എന്ന് പ്രാർത്ഥിക്കാൻ ഈ വിഷ്ണു ഭക്തന്മാർക്കല്ലാണ്ട് ആർക്കാണ് സാധിക്കുക? ഭക്തി ആഗസി കൃതോപി, ആഗസി അക്രമവും ചെയ്തിട്ടുള്ള വിഷ്ണു ഭക്തന്മാരോട് നൃത്തം. ഭക്തന്മാർ അക്രമം ചെയ്യില്ലല്ലോ. അവരോട് അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പോലും നന്നാവണം എന്ന് വിചാരിക്കാൻ ഈ വിഷ്ണു ഭക്തന്മാർക്കല്ലാണ്ട് ആർക്കാണ് സാധിക്കുക? അപ്പം അദ്ദേഹം അത് എല്ലാവരോടും പറഞ്ഞു എന്നാണ്. എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റണ്ട, വിഷ്ണു ഭക്തന്മാരെ യാതൊരു കാരണവശാലും വേദനിപ്പിക്കരുത് എന്ന് എല്ലാവരോടും അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശുദ്ധതയാണ്. നമ്മളൊരു അബദ്ധം പറ്റിയ ആരോടും പറയില്ല, മിണ്ടണ്ട കേട്ടോ, ആരോടും മിണ്ടണ്ട എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കാൻ നോക്കും ഇല്ലേ. പക്ഷേ ഇദ്ദേഹം ശുദ്ധനാണ്. ദുർവാസാവ് അത്ര മോശക്കാരൊന്നുമില്ല. ഈ ശുദ്ധത കൊണ്ടാണ് ദേഷ്യം വരുന്നത്. ഈ ദേഷ്യം പല ആൾക്കാർക്ക് ശുദ്ധന്മാർക്ക് അത്രേ വരിക. അത് ശരിയാണ്. കാരണം മനസ്സിനെ ഒതുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. പിന്നൊരവസരത്തിൽ അവർ ശാന്തരാവും ചെയ്യും. പക്ഷേ ഈ മനസ്സിൽ വെച്ച് നടക്കണ വിഷങ്ങളുണ്ടല്ലോ, അവർ പെട്ടെന്ന് ചൂടായില്ലെങ്കിലും ഉള്ളിലുള്ളത് ഒരിക്കലും മാറ്റില്ല എന്നാണ്. അങ്ങനെ തന്നെ നിർത്തും. ശുദ്ധന്മാരാവും. പലപ്പോഴും ശുണ്ഠിക്കാർ ശുദ്ധന്മാരാവും എന്ന് പറയും. അപ്പോൾ ശുണ്ഠിയുള്ളൂ, അത് കഴിഞ്ഞാൽ മാറും. അത് മനസ്സിൽ വെച്ച് നടക്കാൻ അവരെ കൊണ്ട് പറ്റില്ല. അവിടെ ദുർവാസാവ് ദേഷ്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ദുഷ്ടനായിരുന്നില്ല എന്നാണ് പല ദിക്കിലും പറയണത്. എന്നിട്ടിപ്പോൾ വിഷ്ണുഭക്തന്മാരുടെ മഹത്വം എല്ലാ ദിക്കിലും പറഞ്ഞു നടന്നു അദ്ദേഹം. ഉണ്ടാകും ഒരിക്കലും വിഷ്ണുഭക്തന്മാരെ ഉപദ്രവിക്കരുത്. അതിന് സമാധാനം ചോദിക്കുക ഭഗവാനാണ്. അവൻ ചോദിക്കില്ല, അവൻ യാതൊരു കാരണവശാലും ചോദിക്കില്ല. പക്ഷേ ഭഗവാന്റെ പ്രതികാരം ചില്ലറയാവില്ല എന്ന് പറയാണ്. ചക്രം എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ? അപ്പം അതെല്ലാ ദിക്കിലും ദുർവാസാവ് പറയണം. അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമധ്യമേ. ഇപ്പോഴാണോ വിഷ്ണുഭക്തന്മാരുടെ ആ ഒരു മഹത്വം കന്മഷം മനസ്സിലില്ല. ഞാനതൊക്കെ അപ്പളേ മറന്നു എന്ന് പറയാൻ
നല്ല ശുദ്ധമായിട്ടുള്ള ഭക്തിയുള്ളവർക്കേ പറ്റുള്ളൂ. അല്ലാത്തവരെന്ത് പറയും, മരിച്ചാലും ഞാൻ മറക്കില്ല കേട്ടോ അവൻ ചെയ്തത് എന്ന് പറയും അല്ലേ. അതൊരു നല്ല സ്വഭാവമൊന്നുമല്ല. മറക്കേണ്ടത് മറക്കണം, എന്നാലല്ലേ ജീവിതമുള്ളൂ. മറക്കണ്ടാത്തത് പലതും നമ്മൾ ചെയ്യും, പക്ഷെ അതൊക്കെ ഓർത്തിരുന്നാൽ ജീവിതം ഉണ്ടാവുമോ? അപ്പോൾ മറക്കേണ്ടത് മറക്കാനും പൊറുക്കേണ്ടത് പൊറുക്കാനുമാണ് ജീവിതം എന്നും കൂടി ഒരു പാഠം ആ അംബരീഷന് യാതൊരു ദേഷ്യവും ദുർവാസാവിനോട് ഉണ്ടായില്ല. ആത്മാർത്ഥമായിട്ട് സുദർശനത്തിനെ എത്തിച്ചപ്പോൾ അതങ്ങോട്ട് മാറുകയും ചെയ്തു, ദുർവാസാവിനെ ഉപദ്രവിക്കാതെ. അങ്ങനെയുള്ള മനസ്സ് ലോകത്തിലേക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്. അതാണ് ഇത് കൂടെ നമ്മൾ കൊണ്ടുവരുന്നത് ലോകകാര്യങ്ങളും കൂടിയാണ്, ജീവിതം. ചിലർ പറയും ഇതൊക്കെ സന്യാസിമാർക്കാണ്, ഇതൊക്കെ ആർക്കാ പ്രായോഗികമാക്കാൻ പറ്റുക? ഇതേ പ്രായോഗികമാവൂ. പ്രായോഗികത അല്ലാണ്ട് കൂട്ടി യോജിപ്പിച്ചല്ലാണ്ട് ഇതിലൊന്നും പറയുന്നില്ല. മനുഷ്യർ പാലിക്കാൻ പറ്റാത്ത കുറേ തത്വങ്ങളല്ല ആത്മീയം. അത് ആദ്യം ആലോചിക്കുക. രാജാ പ്രതീക്ഷമുനിമേകസമാം അനാശ്വാൻ സംബോധ്യ സാധുതമൃഷം വിസജൻ പ്രസന്നം ഭുക്ത സ്വയം ത്വയി തതോ വിദൃഢന്തോ വോത്സായുജ്യമാപചസമാം പവനേശപായാം. അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണേന്നാണ് അവസാനത്തെ വരി. സായുജ്യം പ്രാപിച്ചു അംബരീഷൻ കുറേയും കൂടി ഭഗവാനെ ഭജിച്ചിട്ട്. ഈ ദുർവാസാവ് കൈലാസത്തിലും വൈകുണ്ഠത്തിലും ബ്രഹ്മലോകത്തിലും പോയി വരുമ്പോഴേക്ക് ഒരു വർഷം എടുത്തിരിക്കണമെന്നാണ്. ഒരു വർഷം. ഈ ഒരു വർഷത്തോളം അംബരീഷൻ ഭക്ഷണം കഴിച്ചില്ല എന്നാണ്. മഹർഷിയെ ഭക്ഷണം കൊടുത്ത് തൃപ്തിപ്പെടുത്തിയിട്ട് എത്രയേ താൻ പാരണ കഴിച്ചുള്ളൂ. അതുവരെ വെള്ളം മാത്രം കുടിച്ച് ഒരു കൊല്ലം കഴിച്ചു കൂട്ടി. അങ്ങനെ പറ്റുമോ എന്ന് ചോദിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കണം. മഹർഷിക്ക് ആതിഥ്യം കൊടുത്തല്ലാണ്ട് താൻ പാരണയും കഴിക്കില്ല ഭക്ഷണവും കഴിക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത് ഒരു വർഷം ഏകസമാം അനാശ്വാൻ ഭക്ഷണം കഴിക്കാതെ, അശിക്കുക ഭക്ഷണം കഴിക്കുക, അനാശ്വാൻ ഭക്ഷണം കഴിക്കാതെ കാത്തിരുന്ന് ഒരു കൊല്ലം ഏകസമാം ഒരു വർഷം ഭക്ഷണം കഴിച്ചില്ല. ദുർവാസാവ് വന്നിട്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ടേ താൻ കഴിച്ചുള്ളൂ. തം ഋഷിം സാധും സംഭോജ്യ, ആ ഋഷിയെ ഭക്ഷണം കൊടുത്ത് പ്രസന്നനാക്കിയിട്ട്, പ്രസന്നം വിസൃജൻ, പ്രസന്നനാക്കിയിട്ട് സ്വയം ഭുക്ത്വ, സ്വയം ഭക്ഷണം കഴിച്ചു. ഒറ്റ കൊല്ലാണത്രേ ഉപവാസമാണ് നീണ്ടുപോയത്. ഗംഭീര ഏകാശിയായി അതെന്നാ. കാരണം മഹർഷിക്ക് ഭക്ഷണം കൊടുക്കാണ്ട് താൻ കഴിക്കില്ല, വെള്ളം മാത്രം കഴിച്ച് ഒരു കൊല്ലം കഴിച്ചു കൂട്ടി. ത്വയി തത അഭിദൃഢന്തത അഭൂത്, അങ്ങയിലുള്ള ആ ഭക്തി ഉറപ്പിക്കുകയും ചെയ്ത് പിന്നീട് മോക്ഷത്തെ പ്രാപിച്ചു എന്നും പറഞ്ഞിട്ട് അംബരീഷ ചരിതത്തെ ഉപസംഹരിച്ചിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് രുക്മാംഗദൻ്റെ കഥയും പറയുക. രുക്മാംഗദൻ്റെ ഏകാശി മുടക്കാൻ വേണ്ടിയിട്ടാണ് മോഹിനിയെ ഇന്ദ്രൻ അയക്കുക. ഇന്ദ്രൻ ഇങ്ങനത്തെ പണിയാണല്ലോ. ആ മോഹിനി ഒരു ഏകാദശി മുടക്കണം എന്ന് രുക്മാംഗദനോട് പറഞ്ഞു. ഇന്ന് തീർച്ചയായിട്ടും അങ്ങ് ഏകാശി മുടക്കിയേ പറ്റൂ, ഞാനുമായിട്ട് രമിച്ച് ഏകാശി വ്രതം മുടക്കിയിട്ടില്ലെങ്കിൽ ഞാൻ വിട്ടുപോകുമെന്ന് പറഞ്ഞു. രുക്മാംഗദൻ കഷ്ടത്തിലായി. അയ്യോ അത് മാത്രം നീ എന്നോട് പറയരുത്. എന്നാൽ ഒരു കാര്യം ഉണ്ടായാൽ മതി, നമ്മുടെ മുമ്പാകെ നമുക്കുണ്ടായ കുട്ടിയെ അങ്ങോട്ട് കൊല്ലണം. പറ്റുമോ? എന്നാൽ ഏകാശി മുടക്കണ്ട. എന്നാലും വേണ്ടില്ല, ഞാൻ ഏകാശി മുടക്കില്ല എന്നും പറഞ്ഞ് വാളും ഇങ്ങോട്ട് ഉയർത്തിയപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായി. ഏകാദശി മുടങ്ങിയതുമില്ല, പുത്രൻ വധിക്കപ്പെട്ടതുമില്ല. അതാണ് രുക്മാംഗദ ചരിതം. പക്ഷെ ആ ഏകാദശിയിലുള്ള നിഷ്ഠ കാരണം മകനെ കൊല്ലണ്ടി വന്നില്ല. ശ്രമം മാത്രമേ ഉണ്ടായുള്ളൂ. ഭഗവാൻ അവിടെ ചാടി വീഴൂലോ. അപ്പോൾ ഇവർ രണ്ടു കൂട്ടരുമാണ് ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും വലിയ വക്താക്കൾ. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.